പോയി രണ്ടാളും കൊണ്ടുവന്നു അല്ലെങ്കിൽ സൗജ് കൊണ്ടുപോയി. 232 പറഞ്ഞില്ലേ, ഒന്നിക്കൽ സൗജ് മാത്രം കൊണ്ടുവന്നു അല്ലെങ്കിൽ എന്ന കൈത് കൊണ്ട് പുറത്തുപോയി. അവിടെ കൈതല്ലേ പറഞ്ഞത്. ഇത് ഇന്ന കൈത് കൊണ്ട് പുറത്തുപോയി. 232 രണ്ടാളും കൊണ്ടുവന്നു. അബിസൗജൂൻ ലൗകാമത്ത് ബയ്യനത്ത് നിന്നു ഇസ്ബത്തൻ അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി മാത്രം, കാര്യലാഭം പ്രതീക്ഷിക്കാതെ സത്യം ഉണർത്താൻ വേണ്ടി സാക്ഷികൾ പങ്കെടുത്തു. സത്യം ഉണർത്തൽ മാത്രം, അവർക്ക് വേറെ ഫായിദ അതിലില്ല. ബയ്യനത്തുൽ ഹിസ്ബത്തിന്റെ എല്ലാ ഷർത്തുകളും പാലിക്കപ്പെട്ടിട്ടുണ്ട്. ബയ്യനത്തുൽ ഹിസ്ബത്ത് സ്വയ്യാകാൻ കുറെ ഷർത്ത് പറഞ്ഞിട്ടുണ്ട് കിതാബു ഷഹാദത്തിൽ, അതെല്ലാം പാലിച്ചു. സത്യം കൽപ്പിക്കലേ മുറാദുള്ളൂ. ഇവരോടുള്ള മഹബത്ത് കൊണ്ടാണ് ഈ പറയുന്നത്. നിങ്ങളുടെ നിക്കാഹ് ശരിയായിട്ടില്ല, എന്നാൽ ആര് എപ്പം പറഞ്ഞാലും സ്വീകരിക്കണ്ടേ, കണ്ടേ? ഈ കാര്യം ഉദ്ധരിച്ചിട്ടുണ്ട് അൻവാറിന്റെ മുസന്നിഫ് അർദബി. അൻവാർ അല്ലാത്തതിന്റെയും സാഹിബ് كما نقله صاحب الأنوار وغيره. അന്നേരം ചിലർ പറഞ്ഞല്ലോ ബയ്യനത്തുൽ ഹിസ്ബത്തിന്റെ സ്വീകാര്യത എപ്പോഴാന്ന് അത്യാവശ്യം വരുമ്പോൾ ഒരു ഫസാദ് ഇവിടെ നടക്കുന്നുണ്ട് എന്നറിഞ്ഞാലാണ് ബയ്യനത്തുൽ ഹിസ്ബത്ത് ഉപയോഗപ്പെടുത്തേണ്ടത്. ഇവിടെ എന്താണ് അങ്ങനത്തെ ഉള്ളത്? ബയ്യനത്തുൽ ഹിസ്ബത്ത് കേൾക്കാനുള്ള ഷർത്ത് ലറൂറത്തുണ്ടായിരിക്കും. ലറൂറത്തിന്റെ സമയത്താണ് ഏത് കേൾക്കല്? അങ്ങനെയുള്ളൊരു ലറൂറത്തും ഇവിടെ ഇല്ലല്ലോ എന്ന വാക്ക് മംനൂഅ്. ലറൂറത്തിൽപ്പെട്ട ഏറ്റവും വലിയ ലറൂറത്ത് ഉള്ളത് തന്നെ എവിടെയാണ്? ഇവിടെയാണ്. ഫസാദിലേക്ക് നയിക്കൽ, അപകടത്തിലേക്ക് ചാടുമ്പോൾ ഉണർത്തല്, അംറും ബിൽ മഅറൂഫ് എന്ന നിലക്കാണ് ബയ്യനത്തുൽ ഹിസ്ബ. വേറെ ഒരു പ്രയോജനവും ഊഹിക്കപ്പെടുന്നില്ല ഇവരുടെ ഷഹാദത്ത് കൊണ്ട്. അവർക്കോ അവരുടെ ബന്ധുമിത്രാദികൾക്കോ എന്തെങ്കിലും മൻഫഅത്ത് ഇതിൽ കൂടെ കിട്ടോ? ഖീല ഖറജ ബി ഫസാദിൻ നിക്കാഹി. ഇതുവരെ പറഞ്ഞത് നിക്കാഹ് ഫസാദാണ് എന്ന് തെളിഞ്ഞാലില്ലേ, അങ്ങനെ തന്നെ തെളിയണമെന്നില്ല. നിക്കാഹിന് വികാരം വരുത്തുന്ന വേറെന്തെങ്കിലും തെളിഞ്ഞാലും പോലെ ഫസാദുൻ നിക്കാഹ് തന്നെ വേണമെന്നില്ല. ഖീല ഖറജ ബി ഫസാദിൻ നിക്കാഹി. ഫസാദുൻ നിക്കാഹ് കൊണ്ട് സാക്ഷി നിന്നാൽ ഫസാദുൻ നിക്കാഹ് മാത്രമാണ് ഒരുമിച്ച്. അതിന് തത്തുല്യമായ വേറൊന്നും പോരാ. ഇദ്യാഉ തലാഖിൻ ബായിനി, ബായിനായ തലാഖ് തന്നെ സംഭവിച്ചു പോയിട്ടുണ്ട്. അതുപോലെ ഈഖാഇ തലാഖ്, 3 തലാഖ് സംഭവിക്കുന്നതിന് മുമ്പ്. ഇപ്പൊ 3 തലാഖ് എല്ലിന് പോലും നോക്കുമ്പോഴേക്ക് അറിയാതെ തന്നെ പെണ്ണിന് ബായിനായ തലാഖുണ്ട് ഇവിടെ.
അപ്പൊ 3 തലാഖ് അവിടെ സംഭവിക്കോ? അവിടെ ഫസാദുൻ നിക്കാഹ് അല്ലല്ലോ. ഫസാദുൻ നിക്കാഹ് കൊണ്ടല്ല ഈ 3 തലാഖിനെ ഹലാക്കാക്കിയത്. ഇദ്യാഉ തലാഖിൻ ബായിൻ. നിങ്ങൾ പറഞ്ഞത് 3 തലാഖ് ഒരാൾ ചൊല്ലി, അന്നേരം നോട്ടീസ് കൊണ്ടാന്ന് ആ പെണ്ണിന്റെ നിക്കാഹിന്റെ വാക്കിലാണ്. ഇങ്ങനെ മുന്നേറാൻ കഴിയില്ല എന്നാ പറഞ്ഞത്. നിക്കാഹിന്റെ വാക്കിലാണെന്ന് പറയുമ്പോൾ 3 തലാഖ് തലാഖായിട്ടില്ല, എനിക്ക് നേരെ കെട്ട. ഫസാദുൻ നിക്കാഹ് എന്നാണല്ലോ പ്രയോഗിച്ചത്. അപ്പൊ ഏത് പുറത്തുപോയി പോലും ഇദ്യാഉ തലാഖിൻ ബായിനിൻ ഖബല ഈഖാഇ സലാസി. പെണ്ണെന്തായി മാറിയിട്ടുണ്ട്. ഇനി 3 ചൊല്ലിയിട്ട് എന്ത് കാര്യം? 3 300 ചൊല്ലിയിട്ട് പറയില്ല. പെണ്ണ് അതിന് മുമ്പന്നെ എന്തായി മാറി? അങ്ങനെ ഒരു സീക്രറ്റ് ഒരാൾ കൊണ്ടാണ്. ഫസാദുൻ നിക്കാഹിന്റെ കേസല്ല. ഇന്ന് നേരത്തെ തെളിയിച്ചത് ഫസാദുൻ നിക്കാഹ്. ഈ ഫസാദുൻ നിക്കാഹ് നിക്കാഹിന് ഫസാദുണ്ട് എന്നായിപ്പം പറഞ്ഞേ. 3 തലാഖിനെ വെല്ലാൻ വേണ്ടി നേരത്തെ കൊണ്ടാന്നത്. നേരത്തെ നിക്കാഹിനെ ശരിയല്ല. നിക്കാഹിനെ ശരിയല്ലാണ്ട് പോയി ചൊല്ലിയ 3 തലാഖ് എന്തല്ല എന്നല്ലേ? ഇത് ആ മോഡലല്ല. പിന്നെ പെണ്ണ് നേരാൻ മണ്ണുണ്ടെങ്കിൽ അല്ലെങ്കിൽ 3 ചെല്ലി. ഇനി 3 ചെല്ലാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എന്തായി വരും? എന്ത് കാര്യം? ആ ബൈനൂർ വേറെ വായനയായിട്ടുണ്ട് പെണ്ണ് അല്ലേ? നിങ്ങളെ 3 തലാഖ് തലാഖാവോ? ഇവിടെ ഫതുസ്മഉ ബയ്യിനത്തു വലൗ മിന സൗജി എന്നാ കിട്ടല്. കാരണം ഫസാദുൻ നിക്കാഹ് കൊണ്ട് മുന്നേറിയാൽ സ്വീകരിക്കൂല. തഹ്ലീലിനെ ഒഴിവാക്കാനുള്ള ഒരു തന്ത്രമായി പോയി. ഫസാദുൻ നിക്കാഹ് എന്നാണ് അവിടെ ഉപയോഗിച്ചത്. ഈട മുന്നേറുന്നത് ഫസാദുൻ നിക്കാഹ് കൊണ്ടാ. പിന്നെ ഇവിടെയും അടുത്ത മർത്തിൽ വരുന്നില്ലേ 3 തലാഖിനെ? 3 തലാഖിനെ ഒന്നുമല്ലാതാക്കൽ വരുന്നില്ലേ? അതുകൊണ്ടാണ് ഇതും ആ ഇനത്തിൽപ്പെട്ടത് തന്നെയാണ്. കീലാന്നായിട്ടിരിക്കുന്നത്. കീലിട്ടാ പറഞ്ഞത്. ഫസാദുൻ നിക്കാഹ് മാത്രമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് പെടൂല, ഇവിടെ സ്വീകരിക്കും. ഫസാദുൻ നിക്കാഹിന്റെ അതേ ക്വാളിറ്റി തന്നെയാണ് ഏതും. അതുകൊണ്ട് ഇവിടെയും സ്വീകരിക്കൂല എന്നല്ലേ മെത്തവത്? ഇവിടെയും സ്വീകരിക്കൂല എന്നല്ലേ മെത്തവത്? ഇത് ഹീലല്ലേ? ഖറജ ബി ഫസാദിൻ നിക്കാഹി, ഖറജ ബി ഫസാദി അന്നിക്കാഹി. 3 തലാഖ് ചൊല്ലിയ ആളോടാ പറയുന്നത് നിങ്ങൾ തലാഖ് തലാഖായിട്ടില്ല. എന്തുവാ നിന്റെ മുമ്പിലുള്ള നിക്കാഹ് എന്താണ്? ഇത് ആ മോഡലല്ലല്ലോ. നിങ്ങൾ ചൊല്ലിയ തലാഖ് തലാഖല്ല. എന്തേ? പെണ്ണ് വേറെ നിലക്കെന്തായിട്ടുണ്ട്, അത് സ്വീകരിക്കാലോ എന്ന് ഹീല ഇല്ല, സ്വീകരിക്കില്ല. ഇതും അതും ഒരേ കമ്പനിയാണ്. അഹ്ദൻ ഇവർക്ക് പറയാൻ തോന്നിയത് എന്തേ? മുൽഖീനി ഇമാമിന്റെയും ബഗവി ഇമാമിന്റെയും ഫതാവയിൽ നിന്ന് തോണ്ടി പിടിച്ചിട്ടാക്കിയതാണ്. ഇത് ഹാസിലു മാഫിൽ ഊല, ബഗവി ഇമാമിന്റെ ഫതാവയിലുള്ളതിന്റെ ഷോർട്ട്. അന്നഹു ഇദാ തറഫ ബിബായിനി, ബായിനായ തലാഖ് സംഭവിച്ചു എന്ന് ദൗജ് പറഞ്ഞു. ഖബലഅൻതഖാലിഹി സലാസു, എപ്പോൾ പറഞ്ഞു എന്നല്ല, എപ്പോൾ ബായിനായി പോയി പെണ്ണ്. 3 തലാഖ് സംഭവിക്കുന്നതിനും 3 താലീഖാക്കിയതാണ്. ആ താലീഖാക്കിയ സംഗതി നടത്തുമ്പോഴല്ലേ 3 സംഭവിക്കേണ്ടത്. അതിന് മുന്നേ പെണ്ണെന്തായി മാറി എന്നോ പറയുന്നു. അന്നഹു ഇദാ തറഫ ബിബായിനിൻ, ഖബല ദഖാലിഹി സലാസു,
അൽ മുഅല്ലഖത്തു അലാ ഫീലിഹി അതിന്റെ ശേഷമാണ് സുമ്മ ഫഅലഹു ലം യുഷ്ഹദ് അലൈഹി ബിഹിന്ന ആ മനുഷ്യന്റെ നേരെ 3 തലാഖായി എന്ന് മുണ്ടിപ്പോണ്ട ഒരു കുട്ടിയും തന്നെ മുണ്ടിപ്പോകണ്ട എന്തായി അതെ അതെ 3 സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ പെണ്ണ് ബൈനൂനത്തായില്ലേ അതുകൊണ്ട് ഈ ഭർത്താവിന് 3 തലാഖ് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ല എന്ന് ബഹുവി പറഞ്ഞിട്ടുണ്ട് അല്ലേ എന്തുകൊണ്ട് അവന്റെ കൗലിൽ മുത്തഹമുണ്ടോ ഇത്തിഹാമുണ്ടോ അവൻ രക്ഷപ്പെടാൻ വേണ്ടി വഴിയുണ്ടാക്കിയതാ ഔ ബഅദഹു കബുലഹുവിന്റെ മേലെ എന്താവും ബഅദഹു ആണെങ്കിൽ എത്താദലി ബൈനത്തിൽ ഈ 3 തലാഖ് സംഭവിക്കുന്നതിന് അവൻ സംഭവിക്കുന്നു അന്നഹു ഇദാ തറഫ ബിബായിനിൻ കബുല എന്ന് പറഞ്ഞാൽ ഏത്തറഫയിലേക്ക് ബന്ധിപ്പിക്കും അവൻ പറയാൻ തുടങ്ങിയത് കബുലാൻ തക്കാലും അസലാഫു എന്നാൽ എനിക്ക് 3 തലാഖായി എന്ന് അവൻ്റെ നേരെ പറയാൻ പറ്റില്ല അവൻ ഒഴിവാക്കി അതേ സമയത്ത് ഔബഅദഹു അവന് ഇഖ്തിറാഫ് ചെയ്യുന്നത് ഈ 3 തലാഖിന് മുമ്പ് തന്നെ പെണ്ണിന് എന്തുണ്ട് എന്നാ പെണ്ണിനെ തന്നെ വേണം അലായിക്ക് ഫീ തസ്ദീഖുഹ ആരെ വിശ്വസിച്ചാൽ മാത്രം പോരാ അതാണ് ബഹ്വിയിലുള്ളത് ഒമാഫി സാനിയ പറഞ്ഞോറിന് 3 തലാഖ് ചൊല്ലിയാൽ ആഖദനാഹുബി 3 തലാഖ് കൊണ്ട് നാം പിടികൂടും 3 തലാഖ് കൊണ്ട് എന്തെല്ലാം വേണ്ടതുണ്ടോ അതെല്ലാം അവനെ കൊണ്ട് ചെയ്യിപ്പിക്കും അവനെ രക്ഷപ്പെടാൻ നമ്മൾ വിടില്ല മാലം യദ്ഹർ ബിതരീഖിൻ ശർഇയ്യിൻ അന്ന ഇദ്ദതഹാ അൻ തലാഖിൻ റജഇയ്യിൻ ഇൻഖദത് ഖബ്ല ഇഖായിഹിന്ന വഹലഫ അന്നഹു ലം യുറാജിഹാ കേട്ടോ അന്നഹു ലം തലഖഹാ തലാഖൻ ആഖദ്നാഹു ബിഹി പക്ഷെ ശരയ്യായ വഴിയിൽ കൂടി തെളിഞ്ഞു വന്നാലോ അവളുടെ ഇദ്ദ റജയ്യായിരുന്നു അത് തീർന്നിട്ടുമുണ്ട് ഇതിനു മുമ്പ് തന്നെ അവൾക്ക് തലാഖ് കൊടുത്തത് റജയ്യ അത് തീർന്നിട്ടുണ്ട് പോലെ അങ്ങനെ തെളിഞ്ഞാ പിന്നെ ഇനി എങ്ങനെ 3 തലാഖ് പറയും ബൈനായ പെണ്ണിനോട് 3 തലാഖിലെ തലാഖാവോ ഉൽഖീനെ അങ്ങനെ കിഴിവ് കൊടുത്തിട്ടുണ്ട് വബിമാ മറ അനിൽ ഊല എന്താ വബിമാ മറ അനിൽ ഊല വബിമാ മറ കൊണ്ട് അതെന്തിലേക്ക് ബന്ധിപ്പിക്ക് സ്വറഹ അൽ ഖഫാലു ഊലയിൽ നിന്നെന്താണോ കിട്ടിയത് ഏതാ ഊല ഫത്താവയിൽ നിന്നെന്താണോ കിട്ടിയത് അതേ കാര്യം എന്താ കിട്ടി അന്നഹു ലാ യഖ്ബലു തസ്ദീഖുഹാ ലഹു എന്താണ് അന്നഹു ലാ യഖ്ബലു തസ്ദീഖുഹാ ലഹു അവിടെ തസ്ദീഖാക്കൂല എന്നല്ലേ പറഞ്ഞു وبما مر في الأولاد عن الأولاد أنه لا يقبل تصديقها له أنه لا يقبل تصديقها
അവളുടെ തസ്ദീഖ് സ്വീകരിക്കപ്പെടില്ല. ആരെ തസ്ദീഖാക്കൽ ലഹു സൗജിനെ സറഹൽ ഖഫാലു പറഞ്ഞിട്ടുണ്ട്. ഇന്ദഹ ഖഫാലി ഇമാമിൻ്റെത് അല്ല മാഖീലത്. ഇന്ദഹ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇന്ദഹ കണ്ട, ഇന്ദഹ എന്ന് പറഞ്ഞാൽ നേരത്തെ തുടങ്ങിയ കീല മുതൽക്ക് തുടങ്ങിയതെല്ലാം തീർന്നു. വഫീഹി നദറുൻ, ആ കീലയിൽ മുഴുവനും സംശയമാണ്, എല്ലാം തെറ്റാണ്. ഓരോന്നും വായിക്കും, ഓരോ ജുംലയിലും തെറ്റുണ്ട്. ആ കീല മുതൽക്ക് എന്തൊക്കെ പറഞ്ഞോ അതൊക്കെ തെറ്റ്, ഒന്നും എടുക്കാൻ പറ്റില്ല. എന്താണ് ഫലിയന്ന ഖൗലൽ ബഗവി ഇഹ്താജൽ ബയ്യിനത്തിന്നല്ലേ, ഇഹ്താജൽ ബയ്യിനത്തിന്നല്ലേ ഇതിലുള്ളത്. ആട ലൈസ ഫീഹി അത്തസ്ലിയു ബിഅന്നഹു തുഖ്ബലു ഇഖാമത്തുഹാ മിൻഹു മഅ ഇറാദതിഹി തജ്ദീദൻ നികാഹി എന്നൊന്നും അതിൽ പറഞ്ഞിട്ടില്ല. ഇത് ലൈസ ഫീഹി അത്തസ്ലിയു ബിഅന്നഹു തുഖ്ബലു ഇഖാമത്തുഹാ മിൻഹു മഅ ഇറാദതിഹി തജ്ദീദൻ നികാഹി എന്നൊന്നും അതിൽ പറഞ്ഞിട്ടില്ല. ബയ്യനത്തുകൊണ്ടാണോ സ്വീകരിക്കുന്നാ പറഞ്ഞത്, അതിൽ തിളങ്ങി പറഞ്ഞിട്ടില്ല. എന്ത് അപ്പൊ ഫല്യുഹ്മൽ അലാ അന്നഹാ ലൗ ഖീമത്ത് ഇസ്ബതൻ ഖുബിലത്ത്, അതിന് ചുമത്തപ്പെടണം. അലാ അന്നഹാ ലൗ ഖീമത്ത് ഇസ്ബതൻ ഖുബിലത്ത്, ബയ്യനത്തിന് ഹിസ്ബയാണെങ്കിൽ സ്വീകരിക്കപ്പെടും എന്ന് ചുമത്തിയാൽ മതി. നദീറ മാ മറ, ഇവിടെ പറഞ്ഞതുപോലെ നദീറ മാ മറ 233 കൊടുത്ത മസല പോലെ അല്ലേ? എന്താ അതിൽ കൊടുത്തത്? ഈ മസലത്തിൽ ഫിസ്ഖി ബിജാമി അന്ന ഫീ കുല്ലി റഫ്ഉ തഹ്ലീലിൽ വാജിബ് ലിഹഖില്ലാഹി തആല. നദീറ മാ മറ ഇതാകലി 233 മുൻകടന്ന മസലയോട് ബന്ധമുണ്ട്. ഫിസ്ഖിന്റെ മസലയിൽ ബിജാമിഇ എന്താ ജാമിയ, എന്താ ജാമിയ? അന്ന ഫീ കുല്ലി അന്ന ഫീ കുല്ലി റഫ്ഉ തഹ്ലീലി അൽ വാജിബ് ലിഹഖില്ലാഹി തആല, തഹ്ലീലിനെ ഒഴിവാക്കലുണ്ട്. ഫലാ നദറ ഇലാ അന്നൽ ബയ്യിനത തർഫഉ നികാഹ സമ്മ ലാ ഹുന. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. ഫലാ നദറ അന്നൽ ബയ്യിനത തർഫഉ നികാഹ സമ്മ ലാ ഹുന. ഫിസ്ഖിന്റെ അടുത്ത് നിക്കാഹിനെ അസ്ലിൽ നിന്ന് ഉയർത്തിയിട്ടില്ല. ഈ മസലയിലോ ഫിസ്ഖിന്റെ അടുത്ത് നേരത്തെ തീർത്തോ? ഇവിടെ നിക്കാഹിന്റെ ആടയില്ല എന്ന വ്യത്യാസം പറഞ്ഞിട്ട് വരയില്ല. ഫലാ നദറ ഇലാ അന്നൽ ബയ്യിനത തർഫഉ നികാഹ സമ, ബൈനൂനത്ത് വാദിച്ചെടുത്ത് എന്തുണ്ട്? ഫിസ്ഖ് വാദിച്ചെടുത്തോ? നിക്കാഹിനെ ഉയർത്തിക്കളയാതിരിക്കെ, ഉള്ളത് കേടുകെട്ട് അല്ലെങ്കിൽ ഉള്ള നിക്കാഹ് ഉയർന്നു പോയി എന്ന് വാദിക്കേ. സാക്ഷികൾക്കാതിരിക്കാനുള്ള തെളിവൊന്നും അല്ലാതെ നിക്കാഹ് ഉയർത്തിക്കളയലുണ്ട്, അല്ലെങ്കിൽ ഉള്ള നിക്കാഹ് കോലം കെട്ടതാണ്, മോശമാണ് എന്ന് പറയലുണ്ട്. അതൊന്നും ഇല്ലത്താവില്ല. മിന്നന്നഹു എത്ര അലീഹി, അത് ആടെ നോക്കുന്നത് എന്താണ്? ഒന്നാമത്തെ ഹക്ക് സാക്കിത്താകലി വരുന്നില്ലേ? രണ്ടാമത്തെ നോക്ക് മുൽഖീനിന്റെ തെളിവാക്ക്. വഅമ്മാസാനിയൻ ഫഖൗലുൽ മുൽഖീനി മാലം യദ്ഹർ ബിതരീഖിൻ ശർഈൻ എന്ന് പറഞ്ഞിട്ടില്ലേ? എന്താ ബിതരീഖിൻ ശർഈന്റെ മുറാദ് എന്താ? എന്താ വെക്കണ്ടേ?
മാലം യദ്ഹർ ബിതരീഖിൻ ശർഈൻ എന്നുണ്ടല്ലോ. അവിടെ എന്താ അർത്ഥം വെക്കേണ്ടത്? ഏത് രൂപത്തിലാണ് വെക്കേണ്ടത്? യുഹ്മലു, അത് 232 വെച്ച പോലെ അവിടെ വായന വെക്കേണ്ടത് അന്നഹു തുഖ്ബലുൽ ബയ്യിനത്തു ഇസ്ബതൻ ലാ ഇൻഖാമഹ അഹദുഹുമാ വഖസ്തുഹു തജ്ദീദു നിക്കാഹി എന്നാണ് ട്രാൻസ്ലേറ്റ്. അർത്ഥം മാറ്റി വെക്കുക. എന്താ തുഖ്ബലുൽ ബയ്യിനത്തു ഹിസ്ബ ലാ ഇൻഖാമഹ, അവൻ തെളിവ് കൊണ്ടുവന്നാലല്ല അഹദുഹുമാ വഖസ്തുഹു തജ്ദീദു നിക്കാഹി, അങ്ങനെ വെച്ചാൽ മതി അല്ലേ? പിന്നെ സാക്ഷികൾ പറയല്ല ഞാനന്ന് കള് പറഞ്ഞു അന്നേരം ചെയ്ത് എനിക്കാവ് പൊട്ടോ. സാക്ഷികൾ കള്ളത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ല, കളം എന്താക്കണ്ടി സാക്ഷികൾ പറയുന്നിടത്ത് ആ വലാ അസറാലി ഖൗലി സാഹിദി കുന്നാ ഇൻദൽ ലഖ്ദി ഫാസിഖീൻ. ഇവർ തെമ്മാടിയായി ഇപ്പം തെമ്മാടിയായിട്ടുണ്ടാവുന്നാല് ഹക്കിനെ മറച്ചു വെക്കുന്ന തെമ്മാടി ഇങ്ങനെ ആയിക്കൂടെ? ഷാഹിദൈനി പറഞ്ഞത് കൊണ്ടൊന്നും കാര്യമില്ല. കാരണം എല്ലാ കാലത്തേക്കും അവരെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. സാക്ഷി നിൽക്കുമ്പോഴേ അവരുടെ ആവശ്യം. പിന്നെ അവർ എന്തായി എന്തായിട്ടില്ല എന്നൊന്നും ഞമ്മൾ നോക്കൂല. പല അസറ ഷാഹിദൈനി എന്താണ് സമയത്ത് വേറൊരാളുടെ കാര്യത്തിലാ നിൽക്കുക, വേറാവശ്യത്തിലാ വെറുതെ ഇങ്ങനെ പറഞ്ഞോട്ട് പോയി. അവിടെ ബഹുനാന്നയുടെ വാവൊന്നുമില്ല. എടുത്തിട്ടുണ്ടാ ചെറുവാനിയിൽ അക്ഷരത്തിട്ടുണ്ടാകും. ഇവിടെ ഉണ്ടാ മാവ് അധികം വന്നു വയ്ക്കും. ആ ഇല്ല لأنهما مقران على غيرهما പക്ഷേ നാം ലഹു അസറുൻ ഫീ ഹഖിഹിമാ, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഞങ്ങളന്ന് കള്ളന്മാരാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ട് നോക്കുന്നുണ്ടാവും. എനിക്ക് എടുക്കുന്നത് എല്ലാ വിഷയത്തിൽ തള്ളലല്ല. ഓർക്ക് കിട്ടേണ്ട ആനുകൂല്യം പോകും, ഒരു കൊലം കെടും. ഓരോ വാക്ക് തീരെ സ്വീകരിക്കൂല എന്ന് പറയുമ്പോൾ അവർക്ക് ലാഭം കിട്ടുന്ന രൂപവും വരും. ഞങ്ങളത് തമ്മാടികളാണ്, ഞങ്ങളെ കണ്ടിട്ട് കണക്കാക്കേണ്ടെന്ന് പറഞ്ഞു. അടുത്ത് അവർ വന്നിരുന്നു. എന്നിട്ടോ സുമ്മ മാത്തത്ത് ആര് മരിച്ചു? ആ സുമ്മ കാലാകാലിക്കമാത്തത്ത് ഞങ്ങള് സാക്ഷികൾ കള്ളന്മാരാണ്, അന്നേരത്തെ നിൽക്കാമെന്ന് നോക്കണ്ട, അത് ശരിയായ നിൽക്കാമെന്ന് അല്ലാതെല്ലാം പറയും. അതിന്റെ ശേഷം മാത്തത്ത് അനന്തരവും കിട്ടി. എന്നാ സഹത്തൽ മഹറൂന്നാണ്. പെണ്ണിന്റെയും മുതലിന്റെ മഹറും വെക്കണ്ടേ? ഒപ്പിക്കോ? മഹർ സാക്കിത്തായി മഹർ വെക്കുന്നേ ഇല്ല. അവ കിട്ടുന്ന പൈസ കുറച്ച് ആർക്ക് ഇതുപോലെ മുതല് മഹറും കൂടി വേണ്ടേ? മഹർ എവിടെ ചോദിച്ചു, അതും വിധിക്കണ്ടേ? ഞങ്ങൾ ആംഗ്ലമാരല്ലേ, ഉള്ള മുതലെല്ലാം ഓരി വെക്കണ്ടേ? പെണ്ണിന്റെ ഉള്ള മുതലെല്ലാം ഓരി വെച്ചെടുത്ത്
മഹർ വഴി വെക്കാൻ വേണ്ടിയിട്ട് പറയും. എന്നാലും അതെ മനസ്സിലായില്ലല്ലോ കണ്ട കവിളിൽ ഒത്തുകി ഫസദൽ മുസമ്മാവായത് ഫയജിബു മഹ്റുൽ മിസ്ലി സഖത്തൽ മഹ്റു കവിളിൽ ഒത്തുകി എന്താണ് ഫസദൽ മുസമ്മ വയദഹു ഫയജിബു മഹ്റുൽ മിസ്ലി അത് സമയം കൊടുക്കല്ല ഐ ഇൻകാന ദൂനൽ മുസമ്മ ഔ മിസ്ലഹു ആകണം. അക്സറാന്ന് നീ കൊടുക്കൂല. ഇൻകാന ദൂനൽ മുസമ്മ ഔ മിസ്ലഹു അക്സറാന്നെങ്കിൽ കൊടുക്കാൻ പറ്റില്ല. കാരണം അവരുടെ ഈ ഷഹാദത്ത് കൊണ്ട് അവർക്ക് തന്നെ നേട്ടം വരുത്താവുന്ന അധികം കൊടുക്കുമ്പോ ലിയല്ലാ യൽസമ അന്നഹുമാ ഔജബാ ബിഇഖ്റാരിഹിമാ ഹഖ്ഖൻ ലഹുമാ അലാ ഗൈരിഹിമാ. ഈ അക്സറായ എടുത്ത് കൊടുക്കരുത്. എന്തേ ഒന്നിക്കൽ ദൂനൽ മുസമ്മയാകണം അല്ലെങ്കിൽ മിസ്ലി അധികം കൊടുക്കണ്ട. എന്തേ അവരുടെ വാക്ക് കൊണ്ട് അവർക്ക് തന്നെ ഫായിദ നേടി എന്നാവൂലേ. നിക്കായില്ലാന്ന് തെളിയിക്കൽ കൊണ്ട് അവർക്ക് തന്നെ ലാഭം വരുന്നല്ലോ പറ്റോ. എല്ലാ എൽസമാന്ന് പറഞ്ഞത് അധികം കൊടുക്കൂല. അധികം കൊടുക്കൂല. കുഞ്ഞാഫാസിക്കൈനി എന്ന് പറയലുണ്ട് നാട്ടം കിട്ടു. അപ്പൊ അധികം കൊടുക്കൂല. മുസമ്മാക്ക് കണക്കായത് കൊടുക്കും. മുസമ്മാക്ക് താഴെ കൊടുക്കും. മുസമ്മാക്ക് കണക്കായതും കൊടുക്കും. നിക്കായില്ലാന്നല്ലേ വെക്കുന്നത്. അക്സർ കൊടുക്കോ فلو اعترف به الزوج നിവാരണ സംഭവം പറ. فلو اعترف به الزوج زوجين ഉറപ്പാന്ന് പറയും നിക്കാഹ് പൊട്ടിയതാന്ന് പറയും. സൗജിനെ ഫുവാനേ തോന്നില്ല. ഒന്നിപ്പായിച്ചാൽ വരെ സൗജ് പൊന്നില്ല. കള്ളത്രാണ് ഇങ്ങനെ പെണ്ണിൻ്റെ അടുത്ത് നോക്ക് വാങ്കറത്ത് പെണ്ണിന് രൂക്ഷമായിട്ട് പറയുന്ന അങ്ങനത്തെ ഒരു ഫസാദും ഇല്ല. ഇന്നും വരാൻ പഠിക്കാൻ വേണ്ടാണ്. എന്നാലും വേർപെടുത്തപ്പെടണം. എനിക്ക് അങ്ങോട്ട് എടുക്കാൻ പറ്റോ? വാക്കിനല്ലേ വില. അപ്പൊ ഇതെന്തായിട്ടാ രൂപാന്തരപ്പെടല്? വയ്യ ഫുർഖത്ത് ബസ് തിരിച്ചുവിട്ടതായിട്ട് അതത് ചുരുക്കൂല. തലാക്കല്ല ഇത്. തലാഖിന് ലീന പോക്കില്ല. ഒരു ലീന പറയുന്നത് അങ്ങനല്ല. ഇതുപോലെ ഒരു തലാഖ് ചെറിയ സ്ഥാനം ഉണ്ടായാലും വായിനെ ഒരു തലാഖ് മൂന്നിന്റെ പോലെയല്ല. ഫസ്കല്ല പോലും ഫസ്കായിക്കൊണ്ടായാലല്ലേ ഫസ്കാക്കിൽ. ഇത് ഫസ്കല്ല പോലും. പിന്നെ എവിടെ ചെയ്തതുപോലെ കമാലവ് നക്കഹ മത്തൻ ഒരാളാണ് അൽമുസ്ലിനെ കെട്ടി സുമ്മാക്കറ അയാളെന്നെ പറയുന്നെങ്കിൽ എന്നോക്കാന കാതലും നിലാക്കുക കമാല ഉപയോഗിക്കാൻ പറ്റാണ്ടായി അതിന്റെ ഭർത്തം കൊണ്ട് അവിടെ ചെയ്തു. വസ്തുസ്കലഹുമാ രണ്ട് വജീനെയും ചോദ്യം ചെയ്തു. അസുഖിയു രണ്ട് വജീനെയും എന്ന കുല്ലമിനൽ ഫസ്ഖി വത്തലാഖി ഫസ്ഖായാലും തലാഖായാലും ഇഖ്തദി സിഹത്തൻ നിക്കാഹ്. അതിന് മുമ്പിൽ എന്ത് വേണം? എന്നിട്ടല്ലേ വലിയ ഫസ്ഖാല് ഇവിടെ നിക്കാഹിനെ ശരിയായി ബഹുയുഗിറുഹ ദൗജി സിഹത്തു നിക്കാഹിനെ നിഷേധിക്കല്ലേ ഇത്. അപ്പൊ ഫസ്ഖു ആവൂല തലാഖു ആവൂലല്ല. തുമ്മ അവ്വലൽ ഫസ്ഖ പിന്നെ ഫസ്ഖിനെ തഹ്വീൽ ചെയ്തു. ബിൽ ഹുക്മി ബിൽ മുത്ലാൻ. ഫസ്ഖ് എന്ന് പറഞ്ഞാൽ മുത്ലാൻ കൊണ്ടുള്ള വിധി. മുത്ലാനിലുള്ള വിധി എന്നാണ് അർത്ഥം. സാക്ഷാൽ ഫസ്ഖല്ല. തലാഖ് എന്ന് പറഞ്ഞാലോ അത് വാഹിൽ തലാഖിന്റെ രൂപം കാണും.
നോക്കണം പോലെ അങ്ങനെ വെച്ചതെന്നല്ല നല്ല അർത്ഥമായി. ലാക്കിന്നെ ഖിയാസ സാനി, പക്ഷേ നിങ്ങൾ കമാലൂനക്ക അമത്തൻ സുമ്മ അക്കറബ് എന്നഹു കാന ഖാദിറെന്ന് പറഞ്ഞില്ലേ, അത് അവിടെ ഒരു തകരാറ്. യഖ്തദിൽ ഇത്തിഫാഖ ഫീ മസ്അലത്തിൽ അമത്തി, അമത്തിനോട് ഖിയാസാക്കി എന്ന് പറയുമ്പോൾ അമത്തിന്റെ അടുത്തുള്ള മസലയിൽ ഇത്തിഫാഖാണ് എന്ന് വരൂലേ. ലാകിന്ന ഖിയാസ സാനി യഖ്തദി അൽ ഇത്തിഫാഖ ഫീ മസ്അലത്തിൽ അമത്തി അലാ മാ ദക്കറഹു ഫീഹാ ലേ കമാലൗനക അമത്തൻ എന്നല്ലേ. ആ കമാന്റെ ശേഷമുള്ളത് മുത്തഫഖുൻ അലൈഹി ആവണ്ടേ, എന്നെങ്കിലല്ലേ അതിനോട് ഖിയാസാക്കൽ. വല്ലാഹിറു ഖിലാഫുഹു, അവിടെയാണെങ്കിൽ എന്തിന്റെ ഇത്തിഫാഖില്ല. ഈ കമാന്റെ അപ്പുറത്ത് വന്നാണ്ട നിങ്ങൾ അതിനോട് ചേർന്നിട്ട് പറയേണ്ടിക്കലി, അതെല്ലാവരും സമ്മതിക്കേണ്ടതാണ്ടേ, അതില്ല. അപ്പം ഇങ്ങനെ ഉത്തരം പറയുന്നു, കൗനുൽ ഖിയാസി അലാ ശൈഇൻ യഖ്തദിൽ ഇത്തിഫാഖ അലൈഹി അഗ്ലബിയ്യ. ഒരു മസലയെ പിന്നൊരു മസലയോട് ഖിയാസാക്കുമ്പോൾ ആ ഖിയാസാക്കപ്പെടുന്നത് മുത്തഫഖുൻ അലൈഹി ആവണം എന്നത് അഗ്ലബി മാത്രമാണ്. ചിലർക്ക് അങ്ങനെ ആകുന്നില്ല. ചിലപ്പോൾ അവിടെയും എന്ത് വരുന്നുണ്ട്, ഖിലാഫ് വരുന്നുണ്ട്. ഇങ്ങനെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു മസലയെ പിന്നൊരു മസലയോട് ഖിയാസാക്കുമ്പോൾ ആ ഖിയാസാക്കപ്പെടുന്ന ആ മസല എന്താവണം, ഇത്തിഫാഖാവണം. ഇങ്ങനെ ആകാണ്ട് റാഫി മാമൻ എന്താക്കിയിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വേണ്ട പോലെ എന്താക്കിയിട്ടുണ്ട്. ആ പറഞ്ഞിട്ടുണ്ട്. വാലൈഹി, ദൗജിന്റെ മേൽ നിർബന്ധമാണ് ഇസ്മുൽ മഹരി. ഇസ്മുൽ മഹർ എങ്ങനെയും കൊടുപ്പിക്കണം, വിടാൻ പാടില്ല. എന്തേ പെണ്ണ് വേണ്ട, പെണ്ണ് വാങ്ങാനും പറ്റില്ല, ഇവൻ നിർബന്ധിക്കുകയും വേണം. കാരണം ഇവന്റെ അഖീദ അനുസരിച്ച് എന്താകുന്നുണ്ട്, ഇസ്മുൽ മഹറിന്റെ അവകാശമില്ലേ. ഫലം യതറഫ ല വഅലൈഹി അയ സൗജിൽ മുഖിർ ബിൽ ഫിസ്ഖി ഇസ്മുൽ മഹർ മുസമ്മ ഇല്ലം യദ്ഖുൽ ബിഹാ. സംയോഗം ചെയ്യുന്നതിന് മുമ്പാണ് ഈ കശവിഷയെങ്കിൽ സൗജി തീർച്ചയായും എന്ത് കൊടുത്തേ പറ്റുള്ളൂ. വൈല്ല ദുഖൂലും കൂടി നടന്നിട്ടുണ്ടെങ്കിൽ ഫകുല്ലുഹു അലി, ഫകുല്ലുഹു അലി. അത് ആക്കടപാട് തീർക്കലാണ്. ഇവന്റെ അക്കീദ അനുസരിച്ച് ഇപ്പൊ എന്താണ് അസ്സൗജുൽ മുഖിരി ബിൽ ഫിസ്ഖീൻ ഇസ്മുൽ മഹരി മുസമ്മ. പെണ്ണിന്റെ അഖീദ അനുസരിച്ച് പൈസ കിട്ടണ്ടേ. ഇസ്കിന്റെ സൗജല്ലേ പറഞ്ഞത്, ആ പൈസ കൊടുക്കാൻ വേണ്ടി രക്ഷപ്പെടാതിരിക്കില്ല പറഞ്ഞത്. പെണ്ണെന്തിനാ രക്ഷപ്പെടുന്നു, പെണ്ണ് പിടിച്ചു വാങ്ങണം. എത്ര പല അന്തരം വാങ്ങിയേക്കണ്ട. പെണ്ണിന്റെ അഖീദ അങ്ങനെയല്ലേ, നിക്കാഹുകൾ ഉണ്ട് എന്നല്ലേ എന്ന് വിചാരിച്ചിട്ട് ദൗജിന്റെ നിസ്ബ് വാങ്ങാൻ പറ്റോ? ദൗജി നിസ്ബ് വാങ്ങാനാ പോകും മറ്റേ കൗല് പിടിച്ചിട്ട്. പെണ്ണ് പറയുന്നുണ്ടല്ലോ നിക്കാഹ് ശരി തന്നെ വാങ്ങാൻ പറ്റോ? നിങ്ങൾ പറഞ്ഞു പോയില്ലേ ഇത് ആ സമയത്ത് പൈസ കൊടുക്കാതെ രക്ഷപ്പെടാൻ പറ്റോ? കാരണം ഓണറല്ലേ പറയുന്നത് എനിക്ക് കിട്ടാനുണ്ട്, എന്ത് വേണം. ഇവന്റെ വാക്കുകൊണ്ട് അവളുടെ മകരെങ്ങനെ തള്ളപ്പെടല്, അവളുടെ വിശ്വാസം അനുസരിച്ച് അവൾക്ക് അവകാശമില്ലേ മഹറിന് എന്ന ഹുക്കുമ ഏത്തിറാഫിഹി മഖ്സൂറുൻ അലൈഹി. അവന്റെ ഏത്തിറാഫ് അവന്റെ മേലെ നിർത്തിക്കൊള്ളണം. അവന്റെ വാക്കുകൊണ്ട് വേറൊരാൾക്ക് ഉജ്ജത്താക്കാൻ പറ്റോ? പെണ്ണിന് എന്ത് കിട്ടും? മഹർ ഫുള്ള് കിട്ടി. അതേ സമയത്ത് എന്ത് വാങ്ങിക്കൂടാ, അന്തരം വാങ്ങിക്കൂടോ? മമീൻ സമ്മ വലിസത്തുഹു, മരിച്ചാൽ അനന്തരം കിട്ടും പെണ്ണിന്. അതിന് വെച്ചാൽ എന്തേ
ലാക്കിൻ ബഅദ അൽഫിഹാ അന്നഹു ഉഖിദ ബി അദ്ലൈനി. പക്ഷെ അവിടെ സത്യം ചെയ്ത് തെളിയിക്കണം. ഷഹാദത്തും പോരാ, കൊണ്ട് സത്യം ചെയ്യണം. ഇവിടെ എന്താ തടയാൻ ആളില്ലാത്തതാ, പൈസ തട്ടിപ്പറിച്ച് കളിയും. എന്ത് വേണം? ഇത് സത്യം ചെയ്തിട്ട് കൊടുക്കണം. വെച്ചാളുടെ പൈസ ശബ്ദിക്കാൻ ആളില്ല അവിടെ. എന്ത് വേണം? വെച്ചാളുടെ പൈസ വാങ്ങുന്നിടത്തല്ല തെയ്യത്തിന്റെ പുറമെ എന്തോ ആക്കുന്നുണ്ട്. ഫിസ്ക് കൊണ്ട് സമ്മതിച്ചു എന്നല്ലേ പറഞ്ഞത്? ഫിസ്ക് കൊണ്ടല്ല സമ്മതിക്കുന്നു. അവന്റെ ഏത്തിറാഫ് എന്ന കൈത് കൊണ്ട് പോയി. പെണ്ണുങ്ങനെ ഏത്തിറാഫാക്കൽ വലിയ തകരാറുണ്ട്, ചായ തകരാറുണ്ട്, പെണ്ണൊച്ചപ്പാടാക്കും. അതൊന്നും കേൾക്കൂല. ഓളെ വാക്ക് കേട്ടിട്ട് എന്താക്കൂല. അതെ, ഓളെ വാക്ക് എടുത്തൂടെ? നിക്കാഹിന്റെ പിടിക്കാറില്ല. ആ ഇസ്മത്തിനെ അകറ്റാനാണ് ആര് പരിശ്രമിക്കുന്നത്? ആരുടെ ഭാഗത്ത് തന്നെ സഹായം കിട്ടും? ലൂജിന്റെ ഭാഗത്ത് വേണ്ട പോലെ നിക്കാഹാണ് നിലനിർത്തും ഇല്ലേ? വലാകിൻ ലഹുമാതലം തരിസു. പക്ഷേ ഒരു കാര്യം, ലഹുമാത ആര് മരിച്ചു എന്നാൽ ലം തരിസു നിക്കാഹാടുണ്ട് തന്നെ വെച്ചത്. എല്ലാ പണി അടുപ്പിക്കുന്നു ദൗജിന്റെ വാശിക്ക്. ഇത് പ്രകാരം അനന്തരം വാങ്ങാൻ പറ്റോ? എല്ലാ ദൗജി പറഞ്ഞല്ല. നിക്കാഹ് ശരി തന്നെയെന്ന് പറഞ്ഞാൽ നിക്കാഹുടെ നിലനിർത്തില്ലേ? അപ്പൊ ഏത് കാലത്തും എത്ര കൊല്ലം കഴിഞ്ഞാലും ഇത് വാങ്ങാൻ പറ്റില്ല. അവളോട് ചോദിക്കണോ അന്നത്തെ നിക്കാഹ് ശരിയല്ല എന്നല്ലേ നീ പറഞ്ഞത്? പിന്നെ ഇങ്ങനെ എന്തരോ ചോദിക്കുമ്പോ തന്നെ മുട്ടിയില്ലേ? ഇപ്പൊ ദൗജി പറഞ്ഞിട്ടാണ് ഇവിടെ നിക്കാഹ് നിലനിർത്തിയത്. ആ കൗലിലേക്ക് മടങ്ങാൻ നോക്കാൻ പറ്റോ? പെണ്ണിനി ദൗജി പറഞ്ഞല്ല നിക്കാഹുണ്ട്. അപ്പൊ നിക്കാഹില്ല ഞാൻ പറഞ്ഞതല്ല, സത്യം അയാള് പറഞ്ഞ ശരി എന്ന് പറഞ്ഞിട്ട് ഇത് പറ്റോ? പൈമാത്തത്ത് അതല്ല കഹ കബലവത്തി അതാ ഇവിടെ പടം പഠിപ്പിക്കുന്നതാ. ഓള് മരിച്ച് അല്ലെങ്കിൽ എന്നാല് ഇല്ല, തന്നെ നിക്കായില്ലല്ല. ഔബൈദഹു സംയോഗത്തിന് ശേഷമാണ് തലാഖോ മരണോ വന്നത്. എന്നാൽ നോക്കാം, മഹറിൽ മിസ്ലും നോക്കാം. എന്നിട്ട് പക്ഷെ മാനം തക്ക് പെണ്ണ് ബോളത്തി പെണ്ണാന്ന് പോലും പെണ്ണിനെട്ടും മുട്ടും അറിയില്ല. എങ്കിലും അവളെ പൈസ വെക്കാൻ പാടില്ല. ഒരു കാരണം കൊണ്ട് ഓളെ പൈസ ഒക്കെ തന്നെ കിട്ടണ്ടേ? എന്താ പല ചുക്കൂത്ത എന്താ ഒരു സൂറത്തിലും പൈസ കിട്ടുന്നത് ഇല്ലാണ്ടാവില്ല. കാരണം ആരുടെ വാക്ക് ഹുജ്ജത്തല്ല. സഫിയത്തായ പെണ്ണിന്റെ വാക്കെന്തല്ല, മജൂറിന്റെ അലൈഹല്ലേ? അതുകൊണ്ടുള്ള വാക്കിന് വില ഉണ്ടാ. ഇപ്പൊ എന്താവും? സഹിത്തായി പോവില്ല. എന്തേ? അവളുടെ അക്വാലുകൾ മുഴുവൻ ഫാസിലാണ്, മാല സംബന്ധമായി. കമാമറ 232 പറഞ്ഞിട്ടുണ്ട്. മജൂറുൻ അലിഹാന്റെ വാക്ക് അംഗീകരിക്കൂല. 232 ഉണ്ട് പറഞ്ഞിട്ടുണ്ട്. ഉണ്ട് പറഞ്ഞിട്ടുണ്ട് 232. അതെ.
അസ്നവി പറഞ്ഞൊരു കഥ നോക്ക്. അസ്നവി പറഞ്ഞ ചരിത്രം എന്താ? അസ്നവി അന്ന മഹല്ല സുഖൂത്തിഹി ഖബലൽ വത്ഈ. വത്ഈന് മുമ്പ് സാക്കിത്താബ് എന്ന് പറഞ്ഞില്ലേ, അത് പണ്ടേയോട് പിടിച്ചു പോയിട്ടില്ലെങ്കിൽ, പണ്ടേ പിടിച്ചെങ്കിലും അവർക്ക് കിട്ടേണ്ട കിട്ടിപ്പോയി, ഇനിയും നോക്കാൻ കഴിയില്ല, തിരിച്ചു വാങ്ങാനൊന്നും കഴിയില്ല. ഓളെ ഉടമയാക്കി കഴിഞ്ഞു പോലും, അവിടെ ശ്രദ്ധിക്കാനുണ്ട് പോലും. അന്ന മഹല്ല സുഖൂത്തിഹി എന്നും പറഞ്ഞില്ലേ, മഹജൂറത്തിൻ്റെ അല്ല, സാധാരണ നല്ല പെണ്ണിൻ്റെ കലാമഹ്റാം. അത് ഏത് കോലത്തിൽ മാത്രം പണ്ടേ പോയില്ല. അത് കഴിയില്ല, അതെങ്ങനെയും കഴിയൂല. കൊടുത്തിട്ടില്ലെങ്കിൽ എനിക്ക് കൊടുക്കാതിരിക്കാൻ മാർഗം, കൊടുത്തു പോയാൽ പിടിച്ചു വരയ്ക്കാൻ മാർഗമുണ്ടോ? അതെന്നങ്ങനെ കിട്ടിയ റാഫി ഇമാം വേറൊരു മസാല പറഞ്ഞിട്ടുണ്ട്, അതിൽ നിന്ന് കിട്ടും ഒരു ഫുൾ മസാലന്റെ കേസ്. ലൗകാല തല്ലഖ്തുഹാ ബഅദൽ വത്ഈ ഫലിയ റജിയത്തു ഫഖാലത്ത്, പെണ്ണ് സമർത്ഥിച്ചു ബൽ ഖബലഹു, അങ്ങനെ ഒന്നും തള്ളുവായി, അടിയായി. ഇതേപോലത്തെ വേറെ മസാലയാണ്. അതായത് പെണ്ണിന്റെ കൈമലെത്തിയാൽ പിന്നെ ഇങ്ങോട്ട് കിട്ടൂല, അതിന് മാർഗമില്ല പോലും. കാരണം എന്ത് തെളിവ് ഉദ്ധരിച്ചാലും അന്നൊന്നും ഇങ്ങോട്ട് കിട്ടൂല. കൊടുത്തില്ലെങ്കിൽ കൊടുക്കണ്ടെന്ന് മാത്രം, അങ്ങനെയാ മുറാദ് പോലും. അസ്നവി പറയും എന്നാ ഹക്ക് അങ്ങനെയല്ല, കൊടുത്തു പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വാങ്ങണമെന്ന് തന്നെ മസല. അങ്ങനെ കിട്ടൂല എന്നാണ് ആര് പറയുന്നത്? അതിനെന്താ തെളിവ്? ഇതേ മസല അല്ല, വേറൊരു മസല. ലൗകാല തല്ലഖ്തുഹാ ബഅദൽ വത്ഈ, അതുകൊണ്ട് ഫലിയ റജിയത്തു, പെണ്ണ് സമർത്ഥിച്ച് ബൽ ഖബലഹു, പെണ്ണ് ഇരുത്തി കളഞ്ഞു ഇവനെ. അത് നസുദിഖത്ത് വഹുവ മുഖിറുൽ ലഹാ ബിൽ മഹർ, ഇവൻ മഹർ കൊടുക്കാൻ തരപ്പെട്ട ആളാണ്. അവിടെ മസല പറഞ്ഞ് ഫൈൻകാനത്ത് കബദത്തു, പിടിച്ചു പോയിട്ടുണ്ടെങ്കിൽ തർജീബിഹി, ഇങ്ങോട്ട് തിരിച്ചു കിട്ടൂല. വൈല്ല ഇതുവരെ കൊടുത്തിട്ടില്ലെങ്കിൽ ഇല്ല. എത്ര കൊടുക്കണ്ടു കേട്ടാ? വന്നിസ്ഫുല്ലദീ തുൻകിറുഹു ഹുനാക, വന്നിസ്ഫു അല്ലദീ തുൻകിറുഹു ഹുനാക. ആ മസലയിൽ ഹുനാക എന്ന് പറഞ്ഞാൽ ഏതാ? ഹുനാക റാഫി ഇമാം പറഞ്ഞ മസല. ഹുനാക അതെ, അവിടെ പെരുകിയല്ലേ, പെണ്ണ് തള്ളി പറയുന്നത് പെരുകിയല്ലേ. ഈ മസാവത്തിൽ കുല്ലി ഹുന, നമ്മളെ മസലയിൽ കുല്ലായി എന്ന് മാത്രം, കുല്ലി ഒന്നും കിട്ടൂല എന്നാ നമ്മളെ മസലയിൽ. അവിടുത്തെ മസലയിലോ അന്നങ്ങനെ ആയിട്ടല്ലോ, വേറെ മസലക്കേക്ക് മാറ്റണ്ട. പെണ്ണ് പൈസ പിടിച്ചു പോയിട്ടില്ലെങ്കിൽ പോയിട്ട് കൊടുത്തേ, പിടിച്ചെങ്കിലും ഇരിക്കട്ടെ. അപ്പൊ പിടിച്ചു പോയതെങ്കിൽ കിട്ടൂല എന്നായി. പക്ഷെ അവിടെ പിടിച്ചു പോയത് എത്രയാ? നമ്മളീ മസലയിലോ അത്രയല്ലേ മാറ്റുള്ളൂ. അപ്പൊ മസല അങ്ങനെ ഒത്തു വരുന്നുണ്ടല്ലോ. അവിടെ ഹുന എന്ന് പറഞ്ഞിടത്ത് ബഹുന എന്നായി പോയിനോ? അവിടെ ആ ചെറുകാനി കഴിവ് പഠിക്കുന്നുണ്ടല്ല അല്ലേ? അടുത്തിന് ഇബിന് കാസിമിലും ഒന്ന് നോക്കിയാട്ടെ. ഇബിന് കാസിമില് 4-ാം പേര് എന്താ? റൂജിയാന്നായി പോയി. റൂജിയല്ല, റജാൻ. റൂജിയാന്നില്ല, റജാൻ. നമ്മളിവിടെ അവതരിപ്പിച്ച മസലയോ റാഫിമ പറഞ്ഞ മസലയും തമ്മിൽ എന്തെങ്കിലും ഉണ്ടാകും. നമ്മൾ ഇവിടെ സംസാരിക്കുന്നതിൽ ഫുൾ മഹലിൽ തർക്കം. അവിടെയോ ആ അടിതന്നെ നിഷ്പേദാനം കൊടുക്കും. മുഴുവൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു നിഷ്പ് കിട്ടാനുള്ള ഇങ്ങോട്ട് കിട്ടൂല. ഇതൊന്നും മസാല ശരിയല്ല കേട്ടാ.
എന്തായാലും കൊടുത്തു പോയെങ്കിലും പിടിച്ചു വാങ്ങാന്നാണ് മസല. എന്നാൽ ഫറഖ ഗൈറുഹു, മറ്റുള്ളവർ വ്യത്യാസം പറഞ്ഞ് റാഫിമാം പറഞ്ഞ മസലയും നമ്മളെ മസാലയും വ്യത്യാസമുണ്ട്. എന്നഹുമാ തമ്മ, റാഫിമാം പറഞ്ഞ മസലയും ഇത്തഫഖ അലാ വുജൂദി മൂജിബിൽ മഹരി, മഹർ കൊടുക്കാനുള്ള സംഗതി ഉണ്ടായിട്ടുണ്ട്, ഉറപ്പല്ലേ. وإنما اختلفا في المقرر وهو الوقوع. وهنا നമ്മളെ ഈ മസലയിൽ ഹിയ തദ്ദഈ നഫിയൽ മൂജിബ്, നമ്മൾ കൈകാര്യം ചെയ്യുന്ന മസലയിലോ അഖദ് തന്നെ ഇല്ല എന്നാ പറഞ്ഞു പെണ്ണിന്റെ വാദം. അഖദ് തന്നെ ഇല്ല എന്നാണ്. ഫതംലീകുഹാ ശൈഅൻ മിൻഹു തംലീകും ബിഗൈരി സബബിൻ തദ്ദഈ. അപ്പോൾ അവള് നേരത്തെ പിടിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവകാശമില്ലാതെ കൊടുത്തമല്ലേ, അപ്പൊ കൊടുത്തു പോയാലും എന്താക്കാം? വ്യത്യാസം. റാഫിമാമിന്റെ മസലയിൽ അസ്ലി നിക്കാഹ് ഏതായാലും ഉണ്ട്, അളവിലാണ് തകരാറ്. 10 ഉണ്ടായിനോ 10 ഉണ്ടായിട്ടില്ലേ, അത് മേൽപ്പടിയാണ്, അവിടെയാണ് തിരിച്ചു കിട്ടാത്തത്. നമ്മളെ ഈ മസാലയിലോ അതുകൊണ്ട് മിൻഹു, അതിൽ നിന്ന് വല്ലതും അവൾ വശത്താക്കിയത്. തംലീഖുൻ ബിഗൈരി സബബ് തദ്ഈഹി, തകരാകാരനില്ലാണ്ടല്ലേ എന്താക്കാം. ഫൽ വജ്ഹു, ടോട്ടൽ വജ്ഹ് പറ അന്നഹു സൗജി കമൻ, ഒരാളെ പോലെയായി അഖറ ലി ശഖ്സിൻ ബിശൈഇൻ, ഈ സാധനം ഇന്നയാൾക്ക് ബന്ധപ്പെട്ടതാണ്, വന്ന് വാങ്ങിക്കോളി എന്ന് പറഞ്ഞു. അല്ല, ഈ സാധനം ഇഖ്റാറിന്റെ ഭാഗമുണ്ട്. ഈ സാധനം പിടിച്ച ആള് പറയും ഇത് എന്റേതല്ല, ഇന്നയാൾക്ക് ബന്ധപ്പെട്ടത്, ഞാൻ കൊടുക്കാറുണ്ട്. ബഹുവയുഗിറുഹു, അയാളെ കണ്ട് ചോദിച്ചാലും അയാൾക്ക് അങ്ങനത്തെ അറിയില്ല എന്ന് പറയും. ഇന്നെന്താ വിധി? ഒന്നും ആക്കണ്ട, അങ്ങാണ്ടാടെ വെച്ച ഒന്നും ആക്കണ്ട. അതായത് അടുത്ത് ദൗജി കൊടുക്കാനൊരുങ്ങുന്നുണ്ട് മഹർ, പക്ഷേ പെണ്ണ് വാങ്ങാൻ പറ്റില്ല. ഒന്നും ആക്കണ്ട, വന്നെങ്കിൽ കൊടുക്കണം. വയ്യ മാപ്പ് പറഞ്ഞിട്ട് വാങ്ങാൻ വന്നാൽ കൊടുക്കണ്ടി. അതാ ഇബ്നു ഖാസിം പറഞ്ഞത്. അവൾ പണങ്ങി ഞാൻ പറഞ്ഞു കൊടുത്തുപോയതാ, എന്റേത് എനിക്ക് തന്നേന്ന് ഞാൻ കൊടുക്കണ്ടേ. അപ്പൊ ഏതുപോലെയായി ഇവിടെ ദൗജ് കുടുങ്ങി. ദൗജ് കൊടുക്കാനും പറ്റൂല, പെണ്ണ് വാങ്ങാനും പറ്റൂല. ഏതുപോലെയായി കമൻ അഖറ ബി ശഖ്സിൻ ബിശൈഇൻ വഹുവ യുൻകിറു, അന്നേരം എന്താക്കേണ്ടി? ഇനി വലവക്കാലത്ത് പെണ്ണ് തീർത്തു പറയുന്നത് വലിയ സാക്ഷിയില്ല, എല്ലാം ഉണ്ട്. എന്നാ ശുദ്ധിക്കത്തിയ ആരെ വാക്കെടുക്കേണ്ടി? അല്ലാ, മുത്തലാനിന്റെ വിഷയത്തില വാക്കേറ്റി എടുത്തോ. മുത്തലാനിന്റെ വിഷയത്തിൽ സ്വീകരിക്കണമെന്ന ഇസ്ലാം മതം ശുദ്ധിക്കത്തിയ മീനിയാണ്. അത് എന്ത് വസ്തലയാണത്? അതാ ചെറുവാൻ ചോദിക്കുന്നതാ, ശുദ്ധിക്കത്തിയ മീനിയാ അത് മർദൂദുൻ. കാരണം തസ്ദീഖ് മുദ്ദയിൽ ഫസാദാണ്. എന്താ വേണ്ടി? ഭർത്താവ് എന്താ സ്വീകരിക്കേണ്ടതെന്ന ന്യായഭൂമിനെ അധികാരികമാക്കുന്നു. ഏത് നിയമം കൊണ്ടുവന്നിട്ട്? മുദ്ദയിൽ ഫസാദും മുദ്ദയിൽ സിഹത്തും ഉണ്ടായാൽ ആരെ വാക്കെടുക്കണം? മുദ്ദയിൽ സിഹത്ത് എടുക്കണം. ഇങ്ങനെ ഇസ്ലാമിലെ വിധി. അത് നോക്കുമ്പോൾ എന്താ വേണ്ടി? ശുദ്ധിക്കത്തിയാന്ന് പറഞ്ഞതാ അല്ലേ? ഇങ്ങനെ മസലയിലുള്ള വിഘടന പറയും. വിഘടന പറഞ്ഞത് എന്താണെന്നോ, മുദ്ദയിൽ സിഹത്ത് മുദ്ദയിൽ ഫസാദ് ഉണ്ടാവും. മുദ്ദയിൽ സിഹത്താവാക്കി എടുക്കേണ്ടത്. പിടിപ്പാലെ എടുത്തത് അത് എന്നതാലേക്ക് ഇങ്ങാറിന്റെ അസലിലാക്കുന്നതാണ്. ഇങ്ങനത്തെ തകരാറുണ്ട് അല്ലേ? അസലിൽ നിന്നേ ഉണ്ടോ ഇല്ലെന്ന തർക്കം പോലും അതുകൊണ്ടില്ലാന്ന്
ഇല്ല, ആ അസിലേക്ക് മടങ്ങി. ഒരു ചിന്താഗതി ഉണ്ടാ വനതീറുഹു, ഇതിന് സമാനത വേറെ ഉണ്ടാ? ആ ഉണ്ട്. മുത്തമായി അയിനി തർക്കിച്ച് വായു മുസ്തരിയും അവിടെ അന്ന ചേർത്ത തസ്തീഖി മുദ്ദേശിയത്തിനെ വിശ്വസിക്കണം എന്ന് പറഞ്ഞത് അയ്യത്തഫിക്കാല ഉക്കുവയാക്കുതിരുന്ന എന്തൊരു തീരുമാനം വേണം? 483 പറഞ്ഞു. അക്ക് തന്നെ നടന്നിട്ടില്ല എന്നാ പറഞ്ഞത്. മുത്തലാം പറയുന്ന ആളെ അടുക്കൽ ഇപ്പൊ മുദ്ദേശിയത്തിന്റെ വാദം ഇവിടെ വരൂല. എന്തുകൊണ്ട്? അസലിനെ തകർത്തിട്ടുണ്ട് ഇവിടെ എന്നെല്ലാം വിനാദർ പറയും. 483 ആ മുത്തബായിന്റെ കേസുള്ളത് എന്താ